ഇതൊരു വലിയ തട്ടിപ്പാണ്. ഒരു മെസ്സിയെ കാണാൻ ഇവിടം വരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ എന്ത് ഗുണമാണ് ഇവിടുത്തെ കായിക വകുപ്പിന് അതുകൊണ്ടുള്ള പ്രയോജനം? അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ സ്പോർട്സുകാർക്ക് 126 കോടി ഉണ്ടെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് എടുക്കും. മലപ്പുറത്ത് അവിടുത്തെ കളിക്കുന്ന ആ കുട്ടികൾക്ക് അവിടുത്തെ ഒരു ക്ലബിന് ഒരു 5 കോടി രൂപ കൊടുത്താൽ മതി. ഏഷ്യൻ ലെവലിലെ ഫുട്ബോൾ കപ്പുമായിട്ട് അതുങ്ങൾ വരും. ഇവിടെയൊന്നും അർജൻറ്റീനയും മറ്റവരെയും കണ്ടിട്ടൊന്നും ഫുട്ബോൾ നന്നാകില്ല. അങ്ങനല്ല അത്. അർജൻറ്റീനയുടെ ആ ക്ലബ്ബ്, മെസ്സിയുടെ ക്ലബ്ബ് തന്നെ ചെറിയൊരു ക്ലബ്ബായിരുന്നല്ലോ നേരത്തെ. അവർ വളർന്നു വന്ന് ലോകം മുഴുവൻ അറിഞ്ഞെന്നല്ലേ ഉള്ളൂ. നമുക്ക് അതുപോലെ പ്രതിഭകളുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അതുപോലെ അത് പഠിപ്പിക്കാൻ പറ്റിയ കോച്ചസ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ ഇതുപോലെയുള്ള ഓരോ ഇളക്കങ്ങൾ കേരളത്തിൽ നടത്തുന്നത്? ഇവിടെ 126 കോടി രൂപ അത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനോ മെസ്സിക്കോ പൈസ ചെന്നിട്ടില്ല. അമേരിക്കയിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി മുഖേന കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു വൗച്ചർ സംസ്ഥാന സർക്കാരിൽ വന്നിട്ടില്ല. അത് ആരെ ഏൽപ്പിച്ചു, എങ്ങനെ പോയി, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ഇല്ല. കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് സംഘടനയാണ്. എത്രയോ വർഷം മുമ്പ് തുടങ്ങിയ തട്ടിപ്പാണത്. സ്പോർട്സുകാർക്ക് വേണ്ടി പണം കൊടുത്ത് അങ്ങനെ ഒരു കായിക പ്രസ്ഥാനം ഇവിടെ സ്പോർട്സ് കൗൺസിൽ നിലനിർത്തിയത് എൻ്റെ ചെറുപ്പം മുതൽ ഞാനിത് അനുഭവസ്ഥനാണ്. ഞാൻ അന്ന് സ്പോർട്സ് കോട്ടയിലെ 3 മെഡിക്കൽ സീറ്റുണ്ട്. അതിൽ 3 പേരിലെ മെറിറ്റുള്ളവരെ ഓരോ സ്റ്റേറ്റ് റെക്കോർഡും അല്ലെങ്കിൽ ഇന്ത്യൻ റെക്കോർഡോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കായിക മെറിറ്റ് നോക്കി മാർക്കിടുന്നതാണ്. എൻ്റെ BSc ഡിഗ്രി കഴിഞ്ഞപ്പം സ്പോർട്സ് കോട്ടയിൽ എനിക്ക് 2ാം സ്ഥാനം ലഭിക്കേണ്ടതാണ്. മെഡിസിൻ എനിക്ക് സീറ്റ് ലഭിക്കേണ്ടതാണ്. തന്നില്ല. അന്ന് ഞാൻ കൊച്ചു പയ്യനാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, അന്നത്തെ പ്രസിഡന്റ്, തട്ടിക്കൂട്ട് കമ്പനികളെല്ലാം കൂടെ 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് വരുന്ന ഒരാൾക്ക് 3ാം സ്ഥാനത്ത് അയാൾക്ക് സ്പോർട്സ് കോട്ടയിൽ മെഡിസിന് ഉള്ള അലോട്ട്മെൻറ്റ് കൊടുത്തു. പാവം പിടിച്ച ജോർജ് ജോസഫിന് 4ാം സ്ഥാനം. എനിക്കന്ന് സ്വാധീനമൊന്നുമില്ല. ഇവിടെ വന്ന് സ്പോർട്സ് കൗൺസിൽ വന്ന് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് 4ാം സ്ഥാനം. അങ്ങനെ ഒരു മെഡിക്കൽ മോഹത്തിൽ നിന്ന് ഞാൻ പുറത്ത് ചാടി. പിന്നെ പോലീസുകാരനായി. അപ്പോൾ അനുഭവമുണ്ട്. അന്ന് സംസ്ഥാനത്ത് കായിക മേഖല, സ്റ്റേറ്റ് അസോസിയേഷൻ, ഫുട്ബോൾ, അത്ലറ്റിക്സ്, ഹോക്കി അസോസിയേഷൻ, വോളിബോൾ അസോസിയേഷൻ, ഇങ്ങനെ അസോസിയേഷൻ അന്ന് 10-22 എണ്ണമുണ്ട്. ഇന്ന് 10-48-50 അസോസിയേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു 5-6 പേരാണ്. ഈ എല്ലാ അസോസിയേഷൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ അസോസിയേഷനിലും ഫണ്ട് അലോട്ട്മെൻറ്റ് സ്പോർട്സ് കൗൺസിലുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം കഴിഞ്ഞു കൂടുന്നത്. അവരും ഒരു സംഘങ്ങളും ഇവിടുത്തെ എല്ലാ ബാർ ഹോട്ടലിലും അവർക്കൊക്കെ അക്കൗണ്ടും ഉണ്ട്. സ്പോർട്സ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മുഴുവൻ ഒഴുകുന്ന അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഒന്ന് അന്വേഷിക്കട്ടെ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒരു IAS നോക്കിയാൽ മതിയല്ലോ. ഈ സ്പോർട്സ് കൗൺസിലിലെ 40-48 സ്റ്റേറ്റ് അസോസിയേഷനിലെ ഓരോന്ന് മാറി അപ്പുറത്ത് ചാടി ഇപ്പുറത്ത് ചാടി ഓരോ വർഷം വരുന്നവർ 4-5 പേരുടെ പേര് മാത്രമേ കാണുകയുള്ളൂ. അവരാണ് കേരളത്തിലെ സ്പോർട്സ് നിയന്ത്രിക്കുന്നത്. ഏത് ഫണ്ട് സ്പോർട്സ് കൗൺസിലോട്ട് വന്നാലും ഏത് മന്ത്രി വന്നാലും ശരി, ഈ ഒരു 5-6 പേരാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ട് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഈ 126 കോടി രൂപയുടെ ഫണ്ട് അലോട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കിയപ്പം എറണാകുളത്ത് ഒരു 20 ദിവസം മുമ്പ് ഒരു തട്ടിക്കൂട്ടി ഒരു കമ്പനി ഉണ്ടാക്കി. ഒരു രജിസ്റ്റേർഡ് കമ്പനി ഉണ്ടാക്കിയിട്ട് അവരാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അവരാണ് ഈ കായികമായ ഈ രംഗത്ത് ശോഭിച്ച് നിൽക്കുന്ന മെസ്സിയെയും അർജൻറ്റീനിയൻ ടീമിനെയും ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. അത് തട്ടിക്കൂട്ട് കമ്പനിയാണ്. അതിനകത്ത് 126 കോടി രൂപയുടെ വിദേശ നാണ്യം എക്സ്ചേഞ്ച് കൈമാറി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പണം അർജൻറ്റീന ടീമിലെയോ അല്ലെങ്കിൽ മെസ്സിയുടെ കൈവശത്തോ എത്തിയില്ല എന്നുള്ളത് പരമാർത്ഥം. പിന്നെ ഒരു കാര്യം വരുന്നത്, അമേരിക്കയിലെ ഒരു എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയുണ്ട്. അവരാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇതുമായിട്ട്. അവരെ ഏൽപ്പിച്ചെന്നും പറയുന്നുണ്ട്. അപ്പം എത്ര ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി, അർജൻറ്റീനയിൽ പോയി. ഇവരെ സ്വാധീനിക്കാനാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ മറ്റു ചില രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഈ 126 കോടി രൂപയും കൊടുത്തു എന്നാണ് ഇപ്പോൾ ഒരു വിദ്വാൻ പറയുന്നത്. ശരിയായിരിക്കാം. എങ്കിൽ ഈ വിദേശത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷന് പോയ ആ ചിലവുകൾ ആര് വഹിച്ചു? അത് എത്ര കോടി രൂപ ചിലവുണ്ടായി? അത് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് എടുത്ത്. അങ്ങനെയാണെങ്കിൽ 126 കോടി രൂപ അല്ല, അതൊരു 10, 30, 40 കോടി രൂപ വേറെ ഉണ്ടാവും. ഇവിടുത്തെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മഹാന്മാരെല്ലാം പല വിദേശ രാജ്യങ്ങളിൽ കറങ്ങി മെസ്സിയെ കൊണ്ടുവരാനായിട്ട്, അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനെ കൊണ്ടുവരാനാണ്. ഇത് മലയാളികളുടെ ബേസിക്കായിട്ടൊരു തട്ടിപ്പുണ്ട്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എറണാകുളത്ത് ഈ പണം വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പനി തട്ടിക്കൂട്ടി അവരാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്തതെന്നാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്ത് ഇതേപ്പറ്റി ഒരു റിപ്പോർട്ട് ഇവിടുത്തെ കായിക വകുപ്പ് മന്ത്രി ജനീഷിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ ചട്ടലംഘനത്തിൻ്റെ കാര്യങ്ങളും, വിദേശ നാണയ വിനിമയം തട്ടിപ്പുകൾ, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കില്ല കാര്യം, വിജിലൻസ് കേസുണ്ടായാൽ എന്ത് ചെയ്യണം, കേന്ദ്ര ഏജൻസി ഇതിനകത്ത് എന്ത് റോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അത് മന്ത്രിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഈ സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിടണം. കാരണം അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ ആലോചിച്ചോളൂ, ഇവിടെ സ്വന്തം പ്രതിഭ കൊണ്ട് മാത്രം ചില വ്യക്തികൾ, ചിലർ ഒളിമ്പിക്സിലും അത്ലറ്റിക്സിനും അല്ലെങ്കിൽ ഫുട്ബോളിനൊക്കെ കയറി വന്നെന്നല്ലാതെ സർക്കാരിൻ്റെ സഹായം കൊണ്ടോ കായിക വകുപ്പിൻ്റെ സഹായം കൊണ്ടോ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായം കൊണ്ടോ ഇവിടെ ഒരു മനുഷ്യനും ഒരു സ്പോർട്സുകാരനും രംഗത്ത് വരില്ല. അവരവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടും അങ്ങനെ ചില വ്യക്തികളുടെ താല്പര്യം കൊണ്ടുമൊക്കെ പ്രക്ഷോഭിച്ചെന്നല്ലാതെ ഒരു കായിക താരങ്ങൾക്കും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു പണവും ലഭിച്ചിട്ടില്ല. അല്ലാതെ അവരെ പ്രൊമോഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കായികമായി അവരെ പ്രതിഭ ഉയർത്താനും വേണ്ടി ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല. നമുക്ക് ഈ 126 കോടി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇനി സർക്കാർ ദയവ് ചെയ്ത് ഫണ്ട് അനുവദിക്കരുത്. നമുക്ക് മലപ്പുറത്തുള്ള ഒരു 4-5 ക്ലബ്ബുകൾ മാത്രം മതി. ഫുട്ബോൾ ക്ലബ്ബ് മലപ്പുറത്തുണ്ട്. അവരുടെ ബ്ലഡിൽ കിടക്കുന്ന ഫുട്ബോളിൻ്റെ ജ്വരമാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കുട്ടികളായി, ഇഷ്ടം പോലെ കുട്ടികൾ ഈ ഫുട്ബോൾ പ്രാന്തമായിട്ട് നടക്കുകയാണ്. നമുക്ക് ഇവിടെ പ്രതിഭയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള കുട്ടികളെ വാർത്തെടുക്കുക. ഇവിടുത്തെ ഫുട്ബോളിൻ്റെ കോച്ചസ് മതി. നമുക്ക് വിദേശ കോച്ചസ് ഒന്നും വേണ്ട. ഇവിടെ ഉണ്ട് നമുക്ക് നല്ല കോച്ചസ്. അവരെ ഏൽപ്പിക്കുക, ധൈര്യമായിട്ട് ഏൽപ്പിക്കുക. അവർ കുറച്ച് പൈസ എടുത്ത് നന്നാങ്ങിക്കോട്ടെ. ഇതുപോലെ 126 കോടി രൂപയുടെ തട്ടിപ്പൊന്നും അവരാരും നടത്താൻ പോകുന്നില്ല. നമുക്ക് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഫുട്ബോളിൻ്റെ മറ്റ് ചില ആൾക്കാരും കാസർഗോഡ് ജില്ലയിലും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലും 3 സെൻറ്റർ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഈ ലോക്കൽ കോച്ചസ് മതി. നമുക്ക് ഇത്രയും പൈസയൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ത്യയിലെ ക്ലബ്ബ് ഫുട്ബോളിൽ ഏറ്റവും ടോപ്പായിട്ട് നമ്മുടെ കുട്ടികൾ വന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് സൈസുള്ള നല്ല കുട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അവർക്കെല്ലാം ഈ പ്രതിഭയുണ്ട്. ഫുട്ബോൾ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അതുങ്ങളെല്ലാം. അവരെയൊക്കെ സ്വരൂപൂട്ടി സർക്കാർ അല്പം സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് നമുക്കിത് മതി. സ്പോർട്സിൽ തായ്ക്കൊണ്ടായാലും ഇപ്പം ചില ആൾക്കാർ പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ തല പോയി, അത് പ്രോഹിബിറ്റ് ചെയ്യണം സർക്കാർ. ആദ്യം തായ്ക്കൊണ്ട നിർത്തണം. നമുക്ക് കുട്ടികൾക്ക് മാരകമായി പരുക്കുണ്ടാകുന്ന ഒരു സ്പോർട്സ് വിഭാഗമാണ്. അതും മറ്റ് അസോസിയേഷൻ പോലെ തന്നെ ഫണ്ടുകൾ ധാരാളം വാരിക്കോരി കൊടുത്ത് അതൊരു തട്ടിപ്പ് മേഖലയാണ്. തായ്ക്കൊണ്ട അടിയന്തരമായിട്ട് നിർത്തണമെന്ന് ഒരു ഓർഡർ കായിക മന്ത്രി ഇടണം. അതിന് യാതൊരു സംശയമില്ല. 126 കോടി രൂപയും കൊടുത്തെന്നാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട ചിലർ പറഞ്ഞതായിട്ട് വാർത്ത വരുന്നത്. ആയിക്കോട്ടെ, നടക്കട്ടെ. അപ്പോൾ ഈ തട്ടിപ്പ് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. ഇത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതിനകത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം സ്പോർട്സ് കൗൺസിലിൻ്റെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം. അതിനകത്ത് പണം വെട്ടിച്ച് വലിയ തിരുവനന്തപുരം നഗരത്തിൽ പല സ്ഥലത്തും വീടും സ്ഥലവും വെച്ചവരുണ്ട്. അവരുടെയൊക്കെ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കണം. ഏഷ്യൻ ഗെയിംസ് ഇവിടെ നമ്മൾ നടത്തിയതിൻ്റെ ഒരു അന്നത്തെ തട്ടിക്കൂട്ട് കമ്പനികൾ നമുക്കറിയാം. അതിനകത്ത് വളരെയധികം പണം അന്ന് ചിലവാക്കിയെന്ന് പറഞ്ഞ് എഴുതിയെടുത്ത മഹാന്മാരെ എനിക്കറിയാം. സ്പോർട്സ് കൊണ്ട് ജീവിക്കുന്ന വളരെയധികം ആൾക്കാർ പണ്ട് മുതലേ കേരളത്തിലുണ്ട്. കാരണം പണം തട്ടിക്കാനും ആ അസോസിയേഷൻ അവരെ കൺട്രോളിൽ വയ്ക്കും. അസോസിയേഷൻ പ്രസിഡൻ്റ് ഒരുത്തിനെ മാറ്റി വേറൊരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റാക്കി വെക്കും. ഇങ്ങനെ തട്ടിക്കൂട്ടുന്ന ഒരു 5-6 പേരുടെ ബ്രെയിനിലാണ് കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ഒരു സ്പോർട്സുകാരനും ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടല്ലോ, അവിടെ ഏതോ മഹാന്മാർ അവിടെ ഇരുന്നിട്ട് കുറേ അധികം അവിടുത്തെ
ഗോഡൗണിൽ കിടക്കുന്നത്. പാവപ്പെട്ട കുട്ടികൾ അത് ഇട്ടുകൊണ്ട് നടക്കട്ടെ. അതിപ്പം വിതരണം ചെയ്ത് ഈ ഗവൺമെൻറ് വന്ന ശേഷം ലക്ഷക്കണക്കിന് രൂപയുടെ ഷൂ ആണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്കിത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ സ്പോർട്സ് കൗൺസിലെ എല്ലാ സ്റ്റേറ്റ് അസോസിയേഷൻ പിരിച്ചുവിട്ടിട്ട് അത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ കൈകളാക്കി കൊടുക്കുക. ഈ തട്ടിപ്പങ്ങ് നിൽക്കട്ടെ. കാരണം സ്റ്റേറ്റ് അസോസിയേഷൻ മുഴുവൻ പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളോട് സഹകരിക്കാം. എവിടെയൊക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത് നമുക്കറിയാം. ഏതൊക്കെ മേഖലയിലാണ് തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് സ്പോർട്സ് കോട്ട അതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്പോർട്സ് കോട്ടയിൽ പലർക്കും എഞ്ചിനീയറിംഗ് മെഡിസിനും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതെല്ലാം തട്ടിപ്പുകൾ തന്നെയാണ്. US ആസ്ഥാനമായ ഒരു എക്കണോമിക്സ് തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനി മുഖേനയാണ് ഈ നെഗോസിയേഷൻ നടത്തി അവരുടെ കയ്യിൽ പണം എത്തിയെന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ. പണം പോയി. ആരാണ് ആ പണം കൊടുത്തത്? ആരുടെ പേരിലാണ് ആ പണം പുറത്തേക്ക് കൊണ്ടുവന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനം നടത്തിയിട്ടുണ്ടോ? കാരണം പണം ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോകണമല്ലോ. വിദേശ നാണയ വിനിമയ നിരക്കനുസരിച്ച് ആ പണം ഇവിടുന്ന് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ? അത് ഇവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണോ മെസ്സിയുടെ പണം? അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഈ കാര്യത്തിൽ നടത്തണം. ഈ സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരെ IPS ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്ത് കൊണ്ടുവരണം. ഇവിടെ പല മഹാന്മാരെ അവിടെ കൊണ്ടുവന്ന് തട്ടിപ്പിനും വെട്ടിപ്പിനും നിൽക്കുന്ന ഒരു സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന കാണാം. അവർക്കൊക്കെ സ്പോർട്സിൻ്റെ മെറിറ്റ് ഉണ്ടാവും. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ്റെയോ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരെ ധാരാളം പേരെ കൊണ്ടിരുത്തിയിട്ട് ഈ പണം മുഴുവൻ തട്ടിച്ചു. അതുങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു IAS അഡ്മിനിസ്ട്രേഷന് എഫിഷ്യൻസി ഉള്ള IASകാരനെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുത്തുന്നതാണ് നല്ലത്. ഈ 40-48 അസോസിയേഷൻ്റെ ഇതുവരെയുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിജിലൻസ് എൻക്വയറി നടത്തണം ഇതിനകത്ത്. കാരണം ഈ തട്ടിപ്പ് 48 അസോസിയേഷൻകാർ പണം അടിച്ചു മാറ്റിയതും അവർ ഈ രാജ്യത്തിന് എന്ത് ചെയ്തെന്നും സ്പോർട്സ് കൗൺസിലിൻ്റെ പണം എങ്ങനെയാണ് ഓരോരുത്തരും വിധിച്ചെടുക്കുന്നതെന്നും അതിനെപ്പറ്റി ഒരു വിജിലൻസ് എൻക്വയറി നടക്കണം. അപ്പം എങ്കിലേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. 126 കോടി രൂപ എങ്ങോട്ട് പോയി എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അത് വളരെ ദുരൂഹമായിട്ട് നിൽക്കുകയാണ്. അതിപ്പോഴും ആ കറങ്ങി നടക്കുകയാണോ? ഇപ്പോഴത്തെ മെസ്സിയുടെ കയ്യിലോട്ടോ അർജൻറ്റീന ടീമിലോട്ടോ എത്താതെ പല അമേരിക്കയിലെ ഏതെങ്കിലും കമ്പനിയുടെ കയ്യിലോ അതേ വിദേശത്തെ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലെ അവിടെയൊക്കെ ഇതുപോലെ തട്ടിക്കൂട്ട് കമ്പനികളുണ്ട്. അവരുടെ കയ്യിലാണ്. എവിടെ കിടന്നാണ് കറങ്ങുന്നത്? ആ പണം തിരിച്ചു കിട്ടുമോ നമുക്ക്? ആ പണം ദുരുപയോഗം ചെയ്തവരെ സ്വത്തുക്കൾ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? അടിയന്തരമായിട്ട് ഒരു വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ നടക്കുകയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു ജുഡീഷ്യൽ എൻക്വയറിയും വേണം. സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിട്ടുകൊണ്ടുള്ള എല്ലാ അസോസിയേഷനും പിരിച്ചുകൊണ്ടുള്ള ഓർഡർ പാസ്സാക്കണം. അവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയൊക്കെ പോകും. പണം ധാരാളം കയ്യിലുണ്ടല്ലോ. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഡിസിഷൻ എടുക്കണം. നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുന്ന കാണാൻ മേലെ സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിട്ടുകൊണ്ടും അതൊരു അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ ഭരണം കൊണ്ടുവരുന്നു. ഈ അസോസിയേഷൻ മുഴുവൻ പിരിച്ചുവിട്ട് കളയണം. അഡ്മിനിസ്ട്രേറ്റർ മതി. ഒരു IAS ഉദ്യോഗസ്ഥനെ, സീനിയറായ IAS ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം.